ഞാനിന്ന് കൊച്ചിയിലാണുള്ളത്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് തണുത്ത് കിടക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരു ചൂട് ബിരിയാണി കഴിക്കുന്നത് നല്ലൊരു ഫീലാണ്. അങ്ങനെ നേരെ വന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. വണ്ടി പാർക്ക് ചെയ്ത് നേരെ റെസ്റ്റോറൻറ്റിലെത്തി. കയറുമ്പോൾ തന്നെ കാണുന്നത് നല്ല മസാല ഷവായി റെഡിയാക്കി പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അധികം ഡൈനിങ് സ്പേസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ഇവരുടെ ഈ ബിരിയാണിയാണ് കേട്ടോ. ഇവർക്ക് മട്ടനും ചിക്കനും ബീഫും ഉണ്ട്. ഇതിൽ ബീഫ് ബിരിയാണിയാണ് ഏറ്റവും ടോപ്പ്. ഇതിനു മുന്നേ ഒരു തവണ ഞാൻ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഈ ബീഫ് ബിരിയാണി ബസുമതി റൈസിലും ചിക്കൻ ബിരിയാണി എല്ലാം കൈമയിലാണ് അവർ ചെയ്യുന്നത്. ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസും ആ മസാലയൊക്കെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ്. വേറെ ലെവലാണ്. നല്ല പൂ പോലത്തെ റൈസ് മസാലയായിട്ട് ചേർന്ന് കിടക്കുന്ന ആ റൈസ് മാത്രം എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം. ഇതൊരു ഫ്ലേവറാണെന്നറിയോ. അതുപോലെ തന്നെ അവരുടെ ഈ ബീഫും മീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെൽ കുക്ക്ഡാണ്. ആദ്യം ആ ബീഫിൽ നിന്ന് കുറച്ചിതാ ഇതുപോലെ ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ആ മസാലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന റൈസ് ഉണ്ടല്ലോ, ആ റൈസുമായിട്ട് എടുത്തിട്ട് കഴിക്കണം മോനെ. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ബീഫ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബിരിയാണിയുടെ ഫാനായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് ടോപ്പാണ് ഇവരുടെ ഈ ബീഫ് ബിരിയാണി. ആ മസാലയുടെ റൈസിൻ്റെയൊക്കെ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വളരെ ലൈറ്റ് മസാലയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ ലൈം പിക്കിളാണ്. ആ പിക്കിളും റൈസും മസാലയും ബീഫും ഒക്കെ കൂടി ഇതാ ഇങ്ങനെ എടുത്തിട്ടേ ഒന്ന് കഴിക്കണം. മോനെ വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കൊച്ചിയിലുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളാണ് എന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യം കൊണ്ടുപോയത് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്നേ ഞാൻ തീരുമാനിച്ചാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഞാനിവിടെ വരുമെന്ന്. നിങ്ങളിവിടെ വന്ന് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ഈ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഈ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അറിയണ്ടേ? ഇതാണ് സിലോൺ ബേക്ക് ഹൗസ്. 1963 തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ്. നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.